നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. നോക്കാം പ്രധാന തലക്കെട്ടുകൾ. കൊട്ടാരക്കരയിൽ കുടുംബത്തിലെ 3 പേർക്ക് വെട്ടേറ്റു. ആക്രമണം വടിവാളും കമ്പിവടിയും ഉപയോഗിച്ച്. യുവതിക്കും 7 മാസം പ്രായമായ കുഞ്ഞിനും കമ്പിവടി ആക്രമണത്തിൽ പരിക്ക്. കോഴിക്കോട് വൻ കഞ്ചാവ് വേട്ട. പുതിയ സ്റ്റാൻഡിൽ നിന്ന് 28 കിലോയുമായി 2 എറണാകുളം സ്വദേശികൾ പിടിയിൽ. തിരുവനന്തപുരം കല്ലമ്പലത്തും വടകരയിലും MDMA പിടികൂടി. വർക്കലയിൽ ടൂറിസ്റ്റുകളെ മർദ്ദിച്ച് കവർച്ച നടത്തിയ 4 പേർ പിടിയിൽ. ആക്രമണത്തിൽ ഇരയായത് കാപ്പിൽ ബീച്ച് കാണാനെത്തിയ സംഘം. തട്ടിയെടുത്തത് 1.5 ലക്ഷം രൂപ വിലയുള്ള മൊബൈൽ ഫോൺ അടക്കമുള്ളവ. തിരുവനന്തപുരം പോത്തങ്കോട് ബൈക്കുകൾ കൂട്ടിയിടിച്ച് ദമ്പതികൾ മരിച്ചു. വടകരയിൽ കാൽനട യാത്രക്കാരിക്ക് ബസ്സിടിച്ച് ദാരുണാന്ത്യം. സംസ്ഥാനത്ത് ഇറച്ചിക്കോഴി കർഷകർ പ്രതിസന്ധിയിൽ. ഇറച്ചിക്കോഴി വിലക്കുറവും തീറ്റയ്ക്ക് സബ്സിഡി ലഭിക്കാത്തതും കാരണം. വിശദമായ വാർത്തകളിലേക്ക് നോക്കാം. കൊല്ലം കൊട്ടാരക്കരയിൽ ഒരു കുടുംബത്തിലെ 3 പേർക്ക് വെട്ടേറ്റു. ഇവരെ കൂടാതെ യുവതിക്കും 7 മാസം പ്രായമുള്ള കുഞ്ഞിനും പരിക്കേറ്റിട്ടുണ്ട്. വിനീഷ് ചേരും വിശദാംശങ്ങളുമായി. വിനീഷ്, ഒരു കുടുംബത്തിലെ 3 പേർക്ക് വെട്ടേറ്റിരിക്കുകയാണ്. എന്താണ് വിശദാംശങ്ങൾ? ഇന്ന് രാവിലെ 9:30 കൂടിയായിരുന്നു ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. കൊട്ടാരക്കര വെള്ളാരംകുന്ന് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അവിടെ ഒരു ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നുണ്ട്. മുത്തുമാരി അമ്മൻ കോവിൽ ഉത്സവവുമായി ബന്ധപ്പെട്ട് രാവിലെ പൊങ്കാല സമർപ്പണം നടന്നിരുന്നു. അപ്പോൾ ഈ അക്രമത്തിനിരയായ കുടുംബം പൊങ്കാല സമർപ്പണം കഴിഞ്ഞ് അവരുടെ വീട്ടിലേക്ക് ഉള്ള ഒരു മടക്കയാത്രയിലായിരുന്നു ഇത്തരത്തിലൊരു അക്രമം നടന്നത്. അതായത് ഈ അക്രമികൾ ഇവർ നടന്നു വന്ന വഴിയിൽ പതിയിരിക്കുകയും സംഘം ചേർന്ന് മർദ്ദിക്കുകയും ആയിരുന്നു എന്നാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണം. ഈ സംഭവത്തിൽ അരുൺ എന്നു പേരുള്ള 28 വയസ്സുള്ള അരുണിന് ഗുരുതരമായിട്ടുള്ള പരിക്കാണ് ഏറ്റിരിക്കുന്നത്. തലയ്ക്കും കഴുത്തിനും ആഴത്തിൽ മുറിവേറ്റിട്ടുണ്ട്. അതുപോലെ തന്നെ ആ വീട്ടിൽ സത്യൻ എന്നു പേരുള്ള ആള്, അതുപോലെ തന്നെ അവരുടെ ഭാര്യ, അതുപോലെ തന്നെ ഈ അരുണിന്റെ ഭാര്യ, 7 മാസം പ്രായമുള്ള കുഞ്ഞ്, അങ്ങനെ 4 പേർക്ക് ഒരു വീട്ടിൽ 4 പേർക്ക് അതിദാരുണമായ ഒരു വലിയൊരു അക്രമം ഏൽക്കേണ്ടി വന്നു. ഇതിൽ അരുണിനെ ഇപ്പോൾ തിരുവനന്തപുരത്തുള്ള സ്വകാര്യ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ബാക്കി 3 പേരും കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇപ്പോൾ പ്രദേശത്ത് പോലീസ് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഈ അക്രമികൾ എന്ന് സംശയിക്കുന്ന ചിലരെ പോലീസ് കസ്റ്റഡിയിലെടുത്താണെന്ന് നമുക്കിപ്പോൾ കിട്ടുന്ന വിവരം. ഇവരെ കുടുംബ പ്രശ്നമാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ ഇവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ട്, അതായത് ക്ഷേത്രത്തിൽ ഉത്സവവുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു. അതിലുണ്ടായൊരു വിരോധമാണ് ഇപ്പോഴും ഉത്സവ ദിവസം ഇത്തരത്തിലുള്ള അക്രമത്തിലേക്ക് നയിച്ചതെന്നാണ് കാര്യം നമുക്കറിയാൻ കഴിയുന്നത്. വിനീഷ്, ഈ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്ന കുടുംബാംഗങ്ങളാണെന്നാണോ മനസ്സിലാക്കേണ്ടത്? കുടുംബ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ ഈ കുടുംബത്തിനുള്ളിൽ നിന്നുള്ള ആളുകൾ തമ്മിലുള്ള തർക്കമാണോ അതോ പുറത്തു നിന്നാണോ? തീർച്ചയായും ഇവരെല്ലാം അയൽവാസികളും അതുപോലെ തന്നെ കുടുംബക്കാരും ഒക്കെയാണെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അപ്പോ ഇവര് ബന്ധുക്കളാണെങ്കിൽ പോലും ഇവരെല്ലാം വർഷങ്ങളായി ശത്രുതയിലാണെന്നും പറയുന്നുണ്ട്. അങ്ങനെ ഈ ശത്രുതയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. വലിയ രീതിയിലുള്ള അക്രമത്തിലാണ് വഴിവെച്ചിരിക്കുന്നത്. ഇങ്ങനെ ആണ് ഇപ്പോൾ 2-3 പേരെ കസ്റ്റഡിയിൽ ആണെന്നാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത്. ശരി, വ്യക്തമാണ്. എന്തായാലും 2-3 പേർ പോലീസ് കസ്റ്റഡിയിലാണെന്ന് മനസ്സിലാക്കുന്നു. ഒരു കുടുംബത്തിലെ 3 പേർക്കാണ് വെട്ടേറ്റിരിക്കുന്നത്. കുടുംബ പ്രശ്നമാണ് കാരണമെന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. വിനീഷാണ് വിശദാംശങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. കോഴിക്കോട് വൻ കഞ്ചാവ് വേട്ട. പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് 28 കിലോഗ്രാമോളം കഞ്ചാവുമായി 2 പേരാണ് പിടിയിലായത്. ബംഗാൾ സ്വദേശിയായ നോമിനുൽ മാലിദ, എറണാകുളം കളമശ്ശേരി സ്വദേശി ഷാജി എന്നിവരാണ് പിടിയിലായത്. സംശയം തോന്നി ഡാൻസ് ഓഫ് ടീം ഇവരെ പരിശോധിക്കുകയായിരുന്നു. 2 ട്രോളി ബാഗിലും മറ്റ് ബാഗുകളിലുമായി ഒളിപ്പിച്ച് പെരുമ്പാവൂരിലേക്ക് കടത്താനായിരുന്നു ശ്രമം. പെരുമ്പാവൂരിൽ അതിഥി തൊഴിലാളികൾക്കിടയിൽ വിൽപ്പനയ്ക്ക് കൊണ്ടുപോവുകയായിരുന്നു. ഒഡീഷയിൽ നിന്നാണ് കഞ്ചാവ് വാങ്ങിയത്. ഡാൻസ് ഓഫ് അറിയിച്ചതിനെ തുടർന്ന് കസബ SI ജഗ്മോഹൻ ദത്തൻ പുതിയ സ്റ്റാൻഡിലേക്ക് എത്തുകയായിരുന്നു. പ്രതികളെ കസ്റ്റഡിയിലെടുത്തു. കഞ്ചാവും കസ്റ്റഡിയിലെടുത്തു. സംശയാസ്പദമായ സാഹചര്യത്തിൽ അവർക്കൊരു ക്രെഡിബിൾ ഇൻഫർമേഷൻ കിട്ടി. അവർ 2 പേരെ തടഞ്ഞു നിർത്തുകയും വിവരം അറിയിച്ചതിനെ തുടർന്ന് കസബ പോലീസും സ്ഥലത്തെത്തി. പരിശോധനയിൽ കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി വരെയുള്ള ഗഞ്ചാവ് കിട്ടിയിട്ടുണ്ട്. അതായത് NDPSലെ എല്ലാ പ്രൊസീജിയേഴ്സും പാലിച്ചുകൊണ്ട് തന്നെ ഗസറ്റഡ് ഓഫീസർ സാന്നിധ്യം, ബാക്കിയുള്ള എല്ലാ പ്രൊസീജിയേഴ്സും കംപ്ലൈ ചെയ്തുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ട് നമ്മൾ ഡിറ്റക്ട് ചെയ്തതാണ്. നല്ലൊരു ഡിറ്റക്ഷനാണ്. ഇത് ഒരു ആള് മലയാളിയാണ്, 2 പേരുണ്ട്. ഒരാൾ മലയാളിയും മറ്റൊരാൾ വെസ്റ്റ് ബംഗാൾ സ്വദേശിയുമാണ്. ഇവര് ഒഡീഷയിൽ നിന്നാണ് ഈ സാധനം പർച്ചേസ് ചെയ്തത്. കഞ്ചാവ് പർച്ചേസ് ചെയ്ത് ഒഡീഷയിൽ നിന്നാണ്. ഒഡീഷയിൽ നിന്ന് പെരുമ്പാവൂരിലേക്കുള്ള അന്യസംസ്ഥാന തൊഴിലാളികൾക്കും മറ്റുള്ള റിലേറ്റീവ്സും എല്ലാവർക്കും കൺസ്യൂമേഴ്സിനായിട്ട് പെരുമ്പാവൂരിലേക്ക് എത്തിക്കുന്നു എന്നാണ് അവരിൽ നിന്ന് ലഭിച്ച വിവരം. നമ്മൾ ബാക്കി പ്രൊസീജിയർ കംപ്ലൈ ചെയ്യുന്നുണ്ട്. അവരെ കോടതിയിൽ ഹാജരാക്കുന്നു.
വടകരയിൽ MDMA-യുമായി യുവാവ് അറസ്റ്റിൽ. ചേറോട് മലോൽമുക്ക് സ്വദേശി മുഹമ്മദ് ഇക്ബാലാണ് അറസ്റ്റിലായത്. വടകര താഴെയങ്ങാടി മത്സ്യ മാർക്കറ്റ് പരിസരത്ത് വെച്ചാണ് 0.65 ഗ്രാം MDMA-യുമായി ഇയാളെ പോലീസ് പിടികൂടിയത്. ജില്ലാ പോലീസ് മേധാവിയുടെ കീഴിലുള്ള ഡാൻസ് ഓഫ് ടീമാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. മേഖലയിൽ മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ളവയുടെ വിൽപ്പനയും ഉപയോഗവും വർദ്ധിച്ച സാഹചര്യത്തിൽ നാട്ടുകാർ ശ്രദ്ധ എന്ന പേരിൽ പ്രത്യേക കൂട്ടായ്മയ്ക്ക് രൂപം നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം കല്ലമ്പലത്ത് MDMA-യുമായി 2 പേർ പിടിയിൽ. വർക്കല താന്നിമൂട് സ്വദേശികളായ ദീപു, അഞ്ജന എന്നിവരെയാണ് തിരുവനന്തപുരം റൂറൽ ജില്ലാ ഡാൻസ് ഓഫ് ടീം അറസ്റ്റ് ചെയ്തത്. ബാംഗ്ലൂരിൽ നിന്നും വന്ന ടൂറിസ്റ്റ് ബസ്സിൽ കല്ലമ്പലത്ത് ഇറങ്ങി വർക്കലയ്ക്ക് പോകാൻ നിൽക്കവെയായിരുന്നു അറസ്റ്റ്. ഇവരുടെ ദേഹപരിശോധന നടത്തിയതിൽ നിന്നും ഏകദേശം 25 ഗ്രാം തൂക്കം വരുന്ന MDMA കണ്ടെടുത്തു. പിടിയിലായ ദീപു നേരത്തെയും സമാന കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് അറിയിച്ചു. വർക്കലയിൽ വിനോദസഞ്ചാരികളായ യുവാക്കളെ മർദ്ദിച്ച് വിലപിടിപ്പുള്ള വസ്തുക്കൾ മോഷ്ടിച്ച 4 പേർ പോലീസിന്റെ പിടിയിലായി. വർക്കല ഇടവ സ്വദേശികളായ ജാഷ്, പാവനാശം സ്വദേശിയായ വിഷ്ണു, ഇടവ വെൺകുളം സ്വദേശി നന്ദു എന്നിവരാണ് അറസ്റ്റിലായത്. ഒളിവിലായിരുന്ന പ്രതികളെയാണ് ആയിരൂർ പോലീസ് പിടികൂടിയത്. ഫെബ്രുവരി 11 ഉച്ചയ്ക്ക് 1:30 കാപ്പിൽ ബീച്ചിൽ എത്തിയ വർക്കല സ്വദേശികളായ ബിജോയ് നന്ദവുമാണ് ആക്രമി സംഘത്തിന്റെ ആക്രമണത്തിന് ഇരയായത്. സംഘം യുവാക്കളെ വഴിയിൽ തടഞ്ഞ് ബിയർ ബോട്ടിൽ പൊട്ടിച്ച് കഴുത്തിന് ചേർത്ത് ഭീഷണിപ്പെടുത്തി വിലപിടിപ്പുള്ള വസ്തുക്കൾ കവർച്ച നടത്തി വസ്ത്രങ്ങൾ അഴിച്ചു വാങ്ങി കായലിൽ വലിച്ചെറിയുകയും ചെയ്യുകയായിരുന്നു. 45,000 രൂപ വില വരുന്ന മൊബൈൽ ഫോൺ അടക്കം ആക്രമികൾ തട്ടിയെടുത്തു. അയിരൂർ പോലീസ് പ്രദേശത്തെ നിരീക്ഷണ ക്യാമറകൾ പരിശോധിച്ചാണ് പ്രതികളിലേക്ക് എത്തിയത്. തിരുവനന്തപുരം പോത്തങ്കോട് ഞാണ്ടൂർ കോണത്ത് ബൈക്കുകൾ കൂട്ടിയിടിച്ച് ദമ്പതികൾക്ക് ദാരുണാന്ത്യം. അരുവിക്കര സ്വദേശികളായ ദിലീപ്, ഭാര്യ നീതു എന്നിവരാണ് മരിച്ചത്. പരുക്കേറ്റ പോത്തങ്കോട് പ്ലാമൂട് സ്വദേശി സച്ചു, കാട്ടായിക്കുളം സ്വദേശി അമ്പൂറ്റി എന്നിവർ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുകയാണ്. വടകരയിൽ സ്വകാര്യ ബസ്സിടിച്ച് കാൽനട യാത്രക്കാരി മരിച്ചു. മറ്റൊരു സ്ത്രീക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഇരുവരും തമിഴ്നാട് സ്വദേശികളാണ്. രാവിലെ 6:30 ലിങ്ക് റോഡിൽ വെച്ചാണ് അപകടം സംഭവിച്ചത്. ഇരുവരെയും കോഴിക്കോട്ടെ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ഒരാളുടെ ജീവൻ രക്ഷിക്കാനായില്ല. ബൈക്ക് യാത്രികനെ ഇടിച്ചു തെറിപ്പിച്ച് നിർത്താതെ പോയ ഓട്ടോറിക്ഷയെയും ഡ്രൈവറെയും ഷൊർണൂർ പോലീസ് പിടികൂടി. CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി മുഹമ്മദ് അൻസാർ പിടിയിലാകുന്നത്. കഴിഞ്ഞ 2-ാം തീയതി വൈകുന്നേരം 7 മണിയോടെ കുളപ്പുള്ളി ട്രിപ്പുറ്റക്കവിന് സമീപമാണ് സംഭവം നടക്കുന്നത്. കുളപ്പുള്ളി ഭാഗത്തേക്ക് ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന ശ്യാമിനെ പുറകിൽ വന്ന ഓട്ടോ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. റോഡരികിലെ പാടത്തേക്ക് തെറിച്ചു വീണ ശ്യാമിനെ തിരിഞ്ഞു നോക്കാതെയാണ് ഓട്ടോ ഡ്രൈവർ വാഹനം നിർത്താതെ കടന്നുകളയുകയും ചെയ്തത്. തുടർന്ന് ഷൊർണൂർ പോലീസിന്റെ അന്വേഷണത്തിൽ കണയം സ്വദേശി മുഹമ്മദ് അൻസാർ പിടിയിലാവുകയായിരുന്നു. ആലപ്പുഴ ചേർത്തലയിൽ യുവതി മരിച്ച സംഭവത്തിൽ ഭർത്താവിനെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് പോലീസ് കേസെടുത്ത സംഭവത്തിൽ കുടുംബത്തിന് അതൃപ്തി. അച്ഛൻ അമ്മയെ കൊലപ്പെടുത്തിയതാണെന്ന് ദൃക്സാക്ഷിയായ മകളുടെ മൊഴി ഉണ്ടായിട്ടും ചേർത്തല പോലീസ് പ്രതിയായ സോണിക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്കാണ് കേസെടുത്തത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രം കേസെടുത്ത പോലീസ് നിലപാടിനെ കോടതിയിൽ ചോദ്യം ചെയ്യാനൊരുങ്ങുകയാണ് കുടുംബം. ചേർത്തലയിൽ കഴിഞ്ഞ 9-ന് മരണമടഞ്ഞ സജി എന്ന 46-കാരിയുടെ മരണം കൊലപാതകമാണെന്ന് പോലീസിൽ പരാതി നൽകിയത് 19 വയസ്സുള്ള മകൾ മിഷ്മയാണ്. അച്ഛൻ അമ്മയുടെ തല ഭിത്തിയിൽ ഇടിപ്പിച്ച ശേഷം മുകളിലെ നിലയിൽ നിന്ന് തള്ളി താഴേക്കിടുകയായിരുന്നുവെന്നാണ് പോലീസ് നൽകിയ നിർണായക മൊഴി. 1.5 മണിക്കൂർ വൈകിച്ച ശേഷം ബന്ധുക്കളുടെ ഇടപെടലിനെ തുടർന്നായിരുന്നു ആശുപത്രിയിലെത്തിക്കാൻ സജിയുടെ ഭർത്താവായ സോണി തയ്യാറായതെന്നും പരാതിയിൽ മകൾ ആരോപിച്ചു. 1 മാസത്തോളം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരുന്ന സജി കഴിഞ്ഞ ദിവസമാണ് മരിച്ചത്. പരസ്ത്രീ ബന്ധത്തിന്റെ പേരിൽ സോണി സജിയെ നിരന്തരം മർദ്ദിക്കാറുണ്ടെന്ന് സജിയുടെ സഹോദരങ്ങളും വ്യക്തമാക്കി. ഇക്കാര്യങ്ങൾ സാധൂകരിക്കുന്നതായിരുന്നു അയൽക്കാരുടെ വാക്കുകളും. അവിടെ വീട്ടിൽ വഴക്കൊക്കെ ഉണ്ടാകാറുള്ളതാണ് എൻ്റെ അറിവ്. ഇടയ്ക്കിടയ്ക്ക് തമ്മിൽ ദാമ്പത്യ പ്രശ്നങ്ങളുണ്ട്. അതിനകത്ത് അലമ്പോലും വഴക്കും പിന്നെ മദ്യപാനവും എല്ലാം ഉണ്ട്. എന്നാൽ 1 മാസം ചികിത്സയിലിരുന്ന ശേഷം മരണപ്പെട്ട വ്യക്തിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൊലപാതക സാധ്യത തള്ളിക്കളഞ്ഞ പോലീസ് നടപടിക്ക് മേൽ കടുത്ത അതൃപ്തിയാണ് കുടുംബത്തിനുള്ളത്.
1 മാസം ചികിത്സയിലിരുന്നുവെന്ന് മാത്രമല്ല, അടക്കം ചെയ്ത് 3 ദിവസത്തിനു ശേഷം പുറത്തെടുത്ത ബോഡിയിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ ബാഹ്യമർദ്ദനത്തിന്റെ എന്ത് തെളിവുകളാണ് അവശേഷിക്കുകയെന്ന ചോദ്യവും ഉയരുന്നു. മകളുടെയും നാട്ടുകാരുടെയും മൊഴികളെ ആസ്പദമാക്കി വിശദമായ അന്വേഷണം നടത്താതെയാണ് സോണിയെ രക്ഷിക്കുന്നതിനായി മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റം മാത്രം ചുമത്തിയതെന്നും കുടുംബം ആരോപിക്കുന്നു. പോലീസ് വീഴ്ചയ്ക്കെതിരെ നിയമ നടപടികളുമായി നാളെ സജിയുടെ സഹോദരങ്ങൾ ആലപ്പുഴ കോടതിയെ സമീപിക്കും. ന്യൂസ് 18 ആലപ്പുഴ. പത്തനംതിട്ട ടൗൺ സ്ക്വയർ ഉദ്ഘാടന ചടങ്ങിൽ അവതാരകനോട് തട്ടിക്കയറി CPM നേതാക്കൾ. സ്പീക്കറെയും ആരോഗ്യവകുപ്പ് മന്ത്രിയെയും അപമാനിക്കുന്ന തരത്തിൽ സംസാരിച്ചുവെന്നാരോപിച്ചാണ് CPMുകാർ അവതാരകനോട് ക്ഷുഭിതനായത്. തന്റെ ഭാഷാശൈലി CPM പ്രവർത്തകർക്ക് മനസ്സിലായില്ല എന്നാണ് അവതാരകനായ അധ്യാപകന്റെ പ്രതികരണം. പത്തനംതിട്ട സെന്റ് മേരീസ് സ്കൂൾ അധ്യാപകൻ ബിനു കെ സാമായിരുന്നു നഗരസഭ നിർമ്മിച്ച ടൗൺ സ്ക്വയർ ഉദ്ഘാടന ചടങ്ങിന്റെ അവതാരകൻ. നിയമസഭാ സ്പീക്കർ AN ഷംസീറിനെ ക്ഷണിക്കുമ്പോൾ അവതാരകന്റെ അതിരുവിട്ട അവതരണ ശൈലിയാണ് അണികളെയും നേതാക്കളെയും പ്രകോപിപ്പിച്ചത്. നമ്മുടെ നിയമസഭയെ നിയന്ത്രിക്കാൻ പാകത്തിൽ വളരെ കാര്യമായിട്ട് ഇടപെടുന്ന ആദരണീയനായ സ്പീക്കറെ, ഒറ്റ കാര്യം കൂടി, ഇന്നലെ ഞങ്ങൾ മനഃപൂർവ്വമായിട്ടാണ് ഈ പരിപാടി വെക്കാതിരുന്നത്. കാരണം ഇന്നലെ വാലന്റൈൻസ് ഡേ എന്നൊക്കെ പറഞ്ഞ് ആളുകൾ തള്ളിക്കളയും. പക്ഷേ ഇന്ന് കൃത്യമായിട്ട് ശ്രീ സക്കീർ ഹുസൈൻ ഫെബ്രുവരി 15 അറിഞ്ഞുകൊണ്ട് വെച്ചതാണ്. കാരണം ഇന്ന് വിശ്വസ്നേഹ ദിനമാണ്. അപ്പോൾ ഈ സ്നേഹം തലമുറകൾക്ക് കൈമാറാൻ വേണ്ടി ഇത് ഒരുക്കിയിരിക്കുകയാണ്. അറിഞ്ഞുകൊണ്ട് വെച്ചതാണ്. സന്തോഷത്തോടുകൂടി ഉദ്ഘാടന പ്രസംഗത്തിന് ക്ഷണിക്കുന്നു. അടുത്ത പണി ആരോഗ്യമന്ത്രിക്കായിരുന്നു. ടൗൺ സ്ക്വയർ ഉദ്ഘാടനം ചെയ്യുന്നത് മന്ത്രിക്ക് വിഷമമുണ്ടാക്കുമെന്നായിരുന്നു അവതാരകന്റെ പ്രയോഗം. ഇന്ന് ഈ ടൗൺ സ്ക്വയർ ഉദ്ഘാടനം ചെയ്തതിൽ ഏറ്റവും വിഷമിക്കുന്ന ഒരാൾ നമ്മുടെ ആരോഗ്യമന്ത്രിയാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളാരും ഞെട്ടണ്ട. കാരണം വേറൊന്നുകൊണ്ടുമല്ല, എന്തുകൊണ്ട് ഇത് 25 വർഷം മുമ്പ് ഉദ്ഘാടനം ചെയ്തില്ല എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രിക്കും ഇവിടെ വന്ന് കലാപരിപാടികളൊക്കെ അവതരിപ്പിക്കാൻ കഴിയുമായിരുന്നുള്ള വിഷമം കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ജില്ലയിലെ പാർട്ടിക്കുള്ളിലെ പടലപ്പിണക്കങ്ങൾ ഉദ്ദേശിച്ചാണോ അവതാരകന്റെ പരാമർശമെന്ന് വേദിയും സദസ്സും ഒരുപോലെ സംശയിച്ചു. ഏതായാലും ചടങ്ങ് പൂർത്തിയായ ഉടൻ തന്നെ അവതാരകൻ ബിനു കെ സാമിനെ CPMുകാർ താക്കീത് ചെയ്തു. തന്റെ ഭാഷാപ്രയോഗം പാർട്ടിക്കാർക്ക് മനസ്സിലായില്ലെന്നും നല്ല ഉദ്ദേശത്തോടെ പറഞ്ഞ കാര്യങ്ങൾ തെറ്റിദ്ധരിച്ചുവെന്നുമാണ് അവതാരകന്റെ വിശദീകരണം. ഇതിന് ശേഷം എന്നെ പലരും വിളിച്ചു, പാർട്ടിയിലെ പല പ്രവർത്തകരും അല്ല എൻ്റെ സൗഹൃദത്തിൽപ്പെട്ടവരൊക്കെ വിളിച്ചു. നിങ്ങൾ ഒരു ഇരയായി തീർന്നെന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ ഉപദ്രവിച്ചു എന്നുള്ളതല്ല. മറിച്ച് CPMൻ്റെ ഒരു പരിപാടിക്ക് കോൺഗ്രസ്സുകാരനായ ബിനു കെ സാമിനെ വിളിച്ച് ഈ പരിപാടി ചെയ്യേണ്ട കാര്യമില്ല. അവരെ ആക്ഷേപിക്കാൻ വേണ്ടി ആയിരിക്കും എന്നെ വിളിച്ചത്. അത് അങ്ങനെ തോന്നിയത് കൊണ്ടല്ല, ചില വാചകത്തിൽ അവരങ്ങനെ വായിച്ചെടുത്തതാണ്. ന്യൂസ് 18 പത്തനംതിട്ട. സംസ്ഥാനത്ത് ചെറുകിട ഇറച്ചിക്കോഴി ഫാം നടത്തുന്ന കർഷകർ പ്രതിസന്ധിയിലാണ്. ഇറച്ചിക്കോഴിക്ക് അടിക്കടി ഉണ്ടാകുന്ന വിലക്കയറ്റവും തീറ്റയ്ക്ക് സബ്സിഡി ലഭിക്കാത്തതുമാണ് കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നത്. ലക്ഷങ്ങൾ മുടക്കി ഫാമുകൾ തുടങ്ങിയ ചെറുതും വലുതുമായ കർഷകർ സാമ്പത്തിക പ്രതിസന്ധിയാണ് നേരിടുന്നത്. ഇറച്ചിക്കോഴിയുടെ ഉൽപ്പാദനവും വിപണനവും ലക്ഷ്യമിട്ടാണ് കോന്നി അതുമ്പുംകുളം സ്വദേശി സുനിൽ സ്വന്തമായി ഫാം തുടങ്ങിയത്. ഫാം നിർമ്മാണത്തിനും കോഴിക്കുമായി ലക്ഷങ്ങൾ ചെലവഴിച്ചു. എന്നാൽ ഇറച്ചിക്കോഴിക്കുള്ള വില കുറഞ്ഞതും തീറ്റയ്ക്ക് സബ്സിഡി ലഭിക്കാത്തതും ഫാം അടച്ചുപൂട്ടാൻ കാരണമായി. തമിഴ്നാട്ടിൽ ഇറച്ചിക്കോഴി തീറ്റയ്ക്ക് സർക്കാർ സബ്സിഡി നൽകുമ്പോൾ കേരളത്തിൽ അത് ലഭിക്കുന്നില്ലെന്ന് സുനിൽ പരാതിപ്പെടുന്നു. തീറ്റയുടെ വില കൂടുതൽ, കോഴിയുടെ വില കുറവ്. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഡയറി ഫാമിലായാലും ഇതുപോലെയുള്ള പൗൾട്രി ഫാമിനൊക്കെ തീറ്റയ്ക്ക് നല്ല സബ്സിഡി കൊടുക്കുന്നുണ്ട്. നമുക്കിവിടെ അങ്ങനെയുള്ള സഹായമൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് ലാഭകരമായിട്ട് നടത്തിക്കൊണ്ടുപോകാൻ പറ്റില്ല. ഇത് എത്ര കോഴികളായിരുന്നു? ഇതിനകത്ത് 3000 കോഴി വളർത്തും. 3000 ഇറച്ചിക്കോഴികളെ വളർത്താനുള്ള ഫാമാണ് സുനിൽ സാമ്പത്തിക ബാധ്യത മൂലം അടച്ചുപൂട്ടിയത്. ചെറുകിട സംരംഭം എന്ന രീതിയിൽ ഇറച്ചിക്കോഴി ഫാം തുടങ്ങിയ കർഷകർ കടുത്ത പ്രതിസന്ധിയിലാണ്. പലരും ബാങ്ക് വായ്പയെടുത്തും പലിശയ്ക്ക് കടം വാങ്ങിയുമാണ് പൗൾട്രി ഫാമുകൾ തുടങ്ങിയത്. സർക്കാർ സഹായവും സബ്സിഡിയും ഇറച്ചിക്കോഴി വളർത്തൽ മേഖലയിൽ ലഭിക്കാത്തതിനാൽ മിക്ക കർഷകരും വലിയ സാമ്പത്തിക ബാധ്യതയിലായി. ന്യൂസ് 18 പത്തനംതിട്ട. മലപ്പുറം മൂത്തേടം നെല്ലിക്കുത്തിൽ ജനവാസ കേന്ദ്രങ്ങളിൽ ഭീതി പരത്തി കാട്ടാന. പെരുങ്കൊല്ലമ്പറ ജുമാ മസ്ജിദിന്റെ ഉടമസ്ഥതയിലുള്ള കവുങ്ങിൻ തോട്ടത്തിലാണ് കൊമ്പൻ വീണ്ടും എത്തിയത്. വെള്ളിയാഴ്ച രാവിലെയും പ്രദേശത്ത് കൊമ്പന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. പ്രദേശത്തെ തോട്ടങ്ങളിലെ തെങ്ങ്, കവുങ്ങ്, വാഴ തുടങ്ങിയ കാർഷിക വിളകൾ ആന നിരന്തരം നശിപ്പിക്കുകയാണെന്ന് കർഷകർ പറഞ്ഞു. കോതമംഗലം കീരമ്പാറയിൽ ഹാങ്ങിങ് ഫെൻസിംഗ് നിർമ്മാണത്തിന്റെ ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ച് മാസങ്ങൾ പിന്നിട്ടിട്ടും നടപടികൾ ആരംഭിക്കാത്തതിൽ വ്യാപക പ്രതിഷേധം.
കീരമ്പാറ പഞ്ചായത്തിലെ വനാതിർത്തിയോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ വന്യമൃഗശല്യം രൂക്ഷമായിട്ടും അധികൃതർ അനങ്ങാപ്പാറ നയം തുടരുന്നത് പ്രദേശവാസികളെ രോഷാകുലരാക്കുന്നു. കാട്ടാനക്കൂട്ടം നിത്യവും കൃഷിയിടങ്ങൾ നശിപ്പിക്കുകയാണ്. പ്രദേശവാസികൾക്ക് വീടിന് പുറത്തിറങ്ങാൻ പോലും ഭയമാണ്. ജീവന്റെ സുരക്ഷയ്ക്കാവശ്യമായ നടപടികളാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതെന്ന് കീരമ്പാറ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് മാമച്ചൻ ജോസഫും കീരമ്പാറ ജനകീയ വേദി നേതാവ് ജോളി ഐസക്കും പ്രതികരിച്ചു. ഞങ്ങൾ ഉദ്യോഗസ്ഥരോട് ചോദിക്കുമ്പോൾ ടെൻഡറായി വർക്ക് നാളെ ആരംഭിക്കും എന്ന് പറയുന്നതല്ലാതെ ഇതുവരെയും നമ്മൾ എന്നും പറയുന്നത് പോലെ തന്നെ വളരെ നിസ്സംഗത മനോഭാവം സ്വീകരിച്ചുകൊണ്ട് വനംവകുപ്പ് മുന്നോട്ടേക്ക് പോകുക. ഈ സ്ഥലം എന്ന് പറയുമ്പോൾ കീരമ്പാറ ഗ്രാമപഞ്ചായത്തിൽ വനമില്ല. ഇവിടെ ആകപ്പാടെ ഞങ്ങൾക്കുള്ള 3.78 സ്ക്വയർ കിലോമീറ്റർ പ്ലാന്റേഷനാണ്. അതായത് ശാസ്ത്രീയമായി ഒരു ആനയ്ക്ക് വസിക്കണമെങ്കിൽ 25 സ്ക്വയർ കിലോമീറ്റർ സ്ഥലം വേണമെന്നിരിക്കെ ഈ നിസ്സാരമായ സ്ഥലത്ത് 7-8 ആനകൾ ദൈനംദിനം അങ്ങോട്ടും ഇങ്ങോട്ടും ജനവാസ മേഖലകളിലേക്കും ജനങ്ങൾ സഞ്ചരിക്കുന്ന പ്രധാനപ്പെട്ട കുട്ടമ്പഴിക്ക് പോകുന്ന റോട്ടിലും ദൈനംദിനം ആനകൾ വിരയിക്കുകയാണ്. ഒരു കാലത്തും നടപ്പിലാകാത്ത രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കാരണം 1 വർഷമാണ് ഈ ടെൻഡറിൻ്റെ കാലാവധി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. യുദ്ധകാല അടിസ്ഥാനത്തിൽ എത്രയും വേഗം നടപ്പിലാക്കേണ്ട ഈ ഫെൻസിങ് സംവിധാനം 1 വർഷം നീണ്ട ടെൻഡർ നടപടിയിലേക്ക് പോകുന്നതോടുകൂടെ ഇവിടുള്ള ജനങ്ങളുടെ ജീവൻ വളരെ ഭീഷണിയിലാണ്. പാലക്കാട് മണ്ണാർക്കാട് കാഞ്ഞിരപ്പുഴയിൽ പുള്ളിപ്പുലിയുടെ ജഡം കണ്ടെത്തി. പെരുമലയിലെ സ്വകാര്യ തോട്ടത്തിലാണ് 3 ആഴ്ച പഴക്കമുള്ള ജഡം കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടത്തിൽ അസ്വാഭാവികത കണ്ടെത്തിയിട്ടില്ലെന്ന് വനം വകുപ്പ് അറിയിച്ചു. ഇന്നലെ ഉച്ചയോടെ തോട്ടത്തിലെത്തിയവരാണ് ജഡം കണ്ടത്. കോഴിക്കോട് മുക്കത്ത് മൂർഖം പാമ്പിനെ പിടികൂടി. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വീടിനോട് ചേർന്നുള്ള പറമ്പിൽ നിന്നുമാണ് ഈ മൂർഖൻ പാമ്പുകളെ പിടികൂടിയത്. കാരശ്ശേരി പഞ്ചായത്തിലെ കളരിക്കണ്ടി സ്വദേശി ബാലന്റെ വീട്ടുവളപ്പിൽ നിന്നാണ് മൂർഖൻ പാമ്പുകളെ പിടികൂടിയത്. വനം വകുപ്പിന് കീഴിലുള്ള സ്നേക്ക് റെസ്ക്യൂ ടീം അംഗങ്ങളായ AB നസീർ, അക്കു മണാശ്ശേരി എന്നിവരാണ് പാമ്പിനെ പിടികൂടിയത്. പിടികൂടിയ പാമ്പുകളെ വനം വകുപ്പിന് കൈമാറുകയും ചെയ്തു. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ തീപിടുത്തം. പുലർച്ചെ 3 മണിയോടെ ആശുപത്രിയുടെ താഴത്തെ നിലയിലുള്ള ചേഞ്ചിങ് റൂമിലും മരുന്നുകൾ സൂക്ഷിക്കുന്ന റൂമിലുമാണ് തീ പടർന്നത്. സമീപത്തെ വനിതാ വാർഡിൽ നിന്നും സർജിക്കൽ ICUവിൽ നിന്നും രോഗികളെ പെട്ടെന്ന് മാറ്റിയതിനാൽ വൻ അപകടമാണ് ഒഴിവായത്. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് സംശയിക്കുന്നത്. വെള്ളായണി കായൽ വീണ്ടെടുക്കൽ ശ്രമങ്ങൾക്ക് ഊർജം നൽകി ഹൈക്കോടതി വിധി. 3 മാസത്തിനകം കായലിന്റെ അതിർത്തി നിർണ്ണയിക്കണമെന്നാണ് ഹൈക്കോടതി ഉത്തരവിട്ടത്. കായലിന്റെ യഥാർത്ഥ വിസ്തൃതി കണ്ടെത്തിയാൽ വ്യാപകമായ കയ്യേറ്റങ്ങളടക്കം ഒഴിപ്പിക്കേണ്ടി വരും. കേരളത്തിലെ ശുദ്ധജല തടാകങ്ങളിൽ ശാസ്താംകോട്ട കഴിഞ്ഞാൽ 2ാം സ്ഥാനത്തുള്ള ജലാശയം. 2000 ഏക്കറിലധികം വിസ്തൃതിയുള്ള തടാകമായിരുന്നു ഒരു കാലത്ത് വെള്ളായണി കായൽ. ഇപ്പോൾ 10-1 ചുരുങ്ങിയെന്നാണ് പരിസ്ഥിതി പ്രവർത്തകർ കണക്കുകൂട്ടുന്നത്. ഉദ്യോഗസ്ഥ രാഷ്ട്രീയ പിന്തുണയോടെയുള്ള കയ്യേറ്റങ്ങളാണ് കായലിനെ നശിപ്പിച്ചത്. പല ഭാഗങ്ങളും കായൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പോലും കഴിയാത്ത വിധം കരയായി മാറി. വീടുകളും റിസോർട്ടും ചുറ്റും ഉയർന്നു പൊങ്ങി. കല്ലിയൂർ, വെങ്ങാനൂർ, വിഴിഞ്ഞം തുടങ്ങിയ സ്ഥലങ്ങളിലെ ജനങ്ങൾ ആശ്രയിക്കുന്ന കുടിവെള്ള സ്രോതസ് കൂടിയാണ് വെള്ളായണി. ഈ തടാകത്തെ തിരിച്ചുപിടിക്കണമെന്ന ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. കായൽ പുനരുജ്ജീവനത്തിന് സർക്കാർ ഒഴുക്കിയ കോടികളും ചെറുതല്ല. 96.5 കോടി രൂപയുടെ പുതിയ പദ്ധതി കഴിഞ്ഞ ദിവസമാണ് ഉദ്ഘാടനം ചെയ്തത്. അതിനിടയിൽ വന്ന കോടതി വിധി പരിസ്ഥിതി പ്രവർത്തകർക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. ഹൈക്കോടതി വിധിയിൽ സന്തോഷമുണ്ട്. കാര്യം 2012 മുതൽ തുടങ്ങിയ പോരാട്ടമാണിത്. ഇപ്പോൾ ഹൈക്കോടതി അനുകൂലമായ ഒരു വിധി പ്രസ്താവിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് എത്രത്തോളം പ്രാവർത്തികമാകുമെന്നുള്ളതിലാണ് ആശങ്ക ഉള്ളത്. കയ്യേറിയ വസ്തുക്കളൂടെ ഇതിന്റെ കൂടത്ത് അളന്ന് തിട്ടപ്പെടുത്തി, ഈ ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ അളന്ന് തിട്ടപ്പെടുത്തി കായലിനോട് ചേർക്കണം എന്നാണ് നമ്മുടെ ആവശ്യം. സംരക്ഷണം ഉറപ്പാക്കാൻ തടാകത്തിന്റെ അതിരുകൾ നിർണ്ണയിക്കാനും 50 മീറ്റർ ബഫർ സോൺ അതിർത്തി നിർണ്ണയിക്കാനും ഹൈക്കോടതി സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയോടാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. രേഖകളിലുള്ള യഥാർത്ഥ വിസ്തൃതി വീണ്ടെടുക്കണമെങ്കിൽ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കേണ്ടി വരും. മാത്രമല്ല, പതിറ്റാണ്ടുകളായി കൃഷി ചെയ്ത് കരയാക്കി മാറ്റിയ ഭൂമിയും വീണ്ടെടുക്കണം. ശുദ്ധജല തടാകമാണ്. ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് കുടിവെള്ളം നൽകുന്ന ജലസ്രോതസ്സാണ്. കട്ടെടുത്തതിന്റെയും കയ്യേറ്റത്തിന്റെയും ശേഷിപ്പാണ് ഇപ്പോഴത്തെ വെള്ളായണിക്കായൽ. ഇതെങ്കിലും സംരക്ഷിക്കപ്പെടണം. VV അരുൺ,
ന്യൂസ് 18 തിരുവനന്തപുരം. കേരളത്തിലേറെ കോളിളക്കമുണ്ടായ കേസാണ് മൈസൂരിലെ പാരമ്പര്യ വൈദ്യൻ ഷാബാ ഷെറീഫിന്റെ കൊലപാതകം. ഒറ്റമൂലി രഹസ്യമറിയാൻ ഷാബാ ഷെറീഫിനെ നിലമ്പൂർ സ്വദേശി ഷെബിൻ അഷ്റഫിന്റെ സംഘം തട്ടിക്കൊണ്ടുവന്നതിൽ തുടങ്ങുന്നതാണ് കേസ്. മൃതദേഹം അവശിഷ്ടമാണോ കണ്ടെത്താൻ കഴിയാത്ത കേസിൽ ശാസ്ത്രീയ തെളിവുകളാണ് നിർണായകം. കേസിൽ ഈ മാസം അവസാനം മഞ്ചേരി അഡീഷണൽ ജില്ലാ കോടതി വിധി പറയുകയാണ്. നാടിനെ നടുക്കിയ ക്രൂരതയ്ക്ക് പ്രതിക്ക് എന്തായിരിക്കും ശിക്ഷ? കേരളം കാത്തിരിക്കുകയാണ്. മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിക്കാതെ വിചാരണ പൂർത്തിയാക്കിയെന്ന അപൂർവത, അതാണ് ഷാബാ ഷെറീഫ് കൊലക്കേസിനെ വ്യത്യസ്തമാക്കുന്നത്. 2019 ഓഗസ്റ്റിലാണ് കേസിനാസ്പദമായ സംഭവങ്ങളുടെ തുടക്കം. മൈസൂരു സ്വദേശി ഷാബാ ഷെറീഫിനെ മൂലക്കുരുവിന്റെ ഒറ്റമൂല്യ രഹസ്യം അറിയാൻ വേണ്ടിയാണ് നിലമ്പൂർ മുക്കട്ട സ്വദേശി ഷൈബിൻ അഷ്റഫിന്റെ സംഘം തട്ടിക്കൊണ്ടുവന്നത്. ഇയാളെ 1 വർഷത്തിലധികം ഷൈബിന്റെ മുക്കട്ടയിലെ വീട്ടിൽ തടവിൽ പാർപ്പിച്ചെന്നും പിന്നീട് 2020 ഒക്ടോബറിൽ കൊലപ്പെടുത്തി കഷ്ണങ്ങളാക്കി ചാലിയാറിൽ ഒഴുക്കിയെന്നുമാണ് കേസ്. മൃതദേഹം കഷ്ണങ്ങളാക്കി പുഴയിൽ തള്ളിയതിനാൽ അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ പോലീസിനായില്ല. അതുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പിൻബലവും കേസിന് ലഭിച്ചില്ല. കേസിൽ നിർണായകമായിരിക്കുന്നത് ഷാബാ ഷെറീഫിന്റെ തലമുടിയുടെ മൈറ്റോകോൺട്രിയ DNA ഫലമാണ്. ഷൈബിൻ അഷ്റഫിന്റെ കാറിൽ നിന്നാണ് ഈ തലമുടി കണ്ടെത്തിയത്. ഇത് ഷാബാ ഷെറീഫിന്റെയാണെന്ന് പരിശോധനയിൽ തെളിഞ്ഞു. ഈ ശാസ്ത്രീയ പരിശോധനാ ഫലവും മാപ്പുസാക്ഷിയാക്കപ്പെട്ട സുൽത്താൻ ബത്തേരി സ്വദേശി നൌഷാദ് എന്ന മോനുവിന്റെ സാക്ഷിമൊഴികളുമാണ് കേസിൽ നിർണായകം. 2022 നൌഷാദ് വെളിപ്പെടുത്തിയപ്പോൾ മാത്രമാണ് ഷാബാ ഷെറീഫ് വധം പുറം ലോകമറിഞ്ഞത്. ഷാബാ ഷെറീഫിനെ കെട്ടിയിട്ട ദൃശ്യങ്ങളും നൌഷാദ് പകർത്തിയിരുന്നു. ഇതും കേസിൽ നിർണായകമാണ്. 2024 ഫെബ്രുവരി 15 കേസിന്റെ വിചാരണ തുടങ്ങിയത്. 80 സാക്ഷികളെ വിസ്തരിച്ചു. സംസ്ഥാനത്ത് മറ്റൊരു കേസിലുമില്ലാത്ത രീതിയിൽ ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളും കോടതിക്ക് മുൻപിൽ നിർണായക തെളിവുകളായി. ഷാബാ ഷെറീഫിന്റെ ഭാര്യയും മക്കളും ഷൈബിൻ അഷ്റഫിന്റെ സംഘത്തെ തിരിച്ചറിഞ്ഞിരുന്നു. നൌഷാദ് സാമ്പത്തിക ലാഭത്തിനു വേണ്ടി കള്ളം പറയുന്നുവെന്ന മറുവാദമാണ് പ്രതികളുടെ അഭിഭാഷകർ കോടതിയിൽ ഉന്നയിച്ചത്. കേസിൽ 15 പ്രതികളാണ്. 7ാം പ്രതിയായ നൌഷാദ് മാപ്പുസാക്ഷിയായി. പിടികിട്ടാനുണ്ടായിരുന്ന 2 പ്രതികളിൽ ഒരാളായ ഫാസിൽ ഗോവയിൽ വെച്ച് മരിച്ചു. മറ്റൊരു പ്രതി ഷമീം ഇപ്പോഴും ഒളിവിലാണ്. ഈ കേസിന്റെ വിചാരണ നടക്കുമ്പോൾ തന്നെ മുൻപ് വിദേശത്ത് നടന്ന 2 കൊലപാതകങ്ങൾ ഷൈബിൻ അഷ്റഫിന്റെ നിർദ്ദേശപ്രകാരം ആയിരുന്നുവെന്ന പരാതികളിൽ CBI അന്വേഷണം തുടങ്ങിയിരുന്നു. ഈ മാസം 27 കേസ് വീണ്ടും കോടതി പരിഗണിക്കുന്നത്. കേസിൽ അന്ന് വിധിയുണ്ടാകുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. മലപ്പുറത്തു നിന്നും CV അനുമോദ്, ന്യൂസ് 18. വീട്ടുമുറ്റത്ത് പച്ചക്കറി കൃഷി ചെയ്ത് 100 മേനി വിളയിച്ചൊരു ഡോക്ടറുണ്ട് മുക്കത്ത്. ചാത്തമംഗലം പഞ്ചായത്തിലെ മലയമ്മ സ്വദേശിയായ ഡോക്ടർ ഗോപിനാഥാണ് പച്ചക്കറി കൃഷിയിൽ വിജയം കൊയ്തത്. JCA മുക്കം മൈത്രിയുടെ ജൈവ പച്ചക്കറി പദ്ധതിയുടെ ഭാഗമായായിരുന്നു കൃഷി. പയർ, വെണ്ട, കയ്പ, തക്കാളി തുടങ്ങിയ 15ഓളം ഇനം പച്ചക്കറികളാണ് ഡോക്ടർ ഗോപിനാഥ് തന്റെ വീട്ടുമുറ്റത്ത് കൃഷി ചെയ്തത്. വീട്ടുമുറ്റത്തുണ്ടായിരുന്ന പൂന്തോട്ടത്തിലെ ചെടികളെല്ലാം മാറ്റി പുതിയ പൂന്തോട്ടമൊരുക്കാൻ തുടങ്ങുമ്പോഴാണ് ഡോക്ടർ ഗോപിനാഥ് JCI മുക്കം മൈത്രി 2025 അംഗങ്ങളുടെ വീട്ടിൽ നടപ്പാക്കുന്ന ജൈവ പച്ചക്കറി കൃഷിയുടെ ഭാഗമായുള്ള ക്ലാസിൽ പങ്കെടുത്തത്. ആ ക്ലാസ്സാണ് JCI മുക്കം മൈത്രിയുടെ മുൻ പ്രസിഡന്റ് കൂടിയായ തന്നെ കൃഷി ചെയ്യാൻ പ്രേരിപ്പിച്ചതെന്ന് ഡോക്ടർ ഗോപിനാഥ് പറഞ്ഞു. അവിടെ മുക്കം JCയുടെ നല്ല പ്രവർത്തകരുള്ള അവരുടെ ക്ലാസിൻ്റെ പേരിലാണ് ഞാൻ തുടങ്ങാനുള്ള കാരണം. അപ്പോൾ അവരെ മോട്ടിവേഷൻ ശരിക്കും നമുക്കൊരു ഉത്തേജകമായി. അപ്പോൾ നമ്മൾ തുടങ്ങിയിരിക്കുന്നത് ജൈവ കൃഷിയിലൂടെ ഇവിടെ ഏറ്റവും കൂടുതൽ അസുഖങ്ങളുണ്ടാകുന്നത് ഒരു പച്ചക്കറി ഉള്ള വിഷലിപ്തമായ പച്ചക്കറി, ഫാസ്റ്റ് ഫുഡ്. ഇത് 2 കാരണം കൊണ്ട് ശരിക്കും ഏറ്റവും കൂടുതൽ രോഗാതുരത വരുന്നത് കേരളത്തിൽ. ആ രോഗത്തിൻ്റെ അവസ്ഥ തടയാൻ ഞാനൊരു മെഡിക്കൽ പ്രൊഫഷണൽ ഡോക്ടർ എന്ന നിലയ്ക്ക് നമുക്കതിൻ്റെ ഹൈലൈറ്റ് ചെയ്യാനുള്ള പറ്റിയ പോയിന്റ് ഇതാണ്. എന്ന് പറഞ്ഞാൽ സാധാരണ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അസുഖം ഉണ്ടാക്കുന്ന നമ്മൾ പച്ചക്കറി, അത് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പച്ചക്കറി അല്ലെങ്കിൽ കർണാടകയിൽ നിന്ന് പച്ചക്കറി, അതിലൊക്കെ 100% വിഷങ്ങളാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ പൂന്തോട്ടത്തിൽ തന്നെ നമ്മൾ ഈ സംഭവങ്ങൾ കൃഷി ചെയ്യാനുള്ള നമുക്ക് ഓരോ each and every പേഴ്സൺ ഓരോ വ്യക്തിക്കും ചെയ്യാൻ പറ്റുന്നുള്ളത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി മാത്രമാണ് JCയുടെ കേന്ദ്രത്തിൽ ഞാൻ തുടങ്ങാനുള്ള കാരണം. മലപ്പുറം ജില്ലയിലെ അരീക്കോട് ഹോമിയോ ക്ലിനിക്ക് നടത്തുന്ന തനിക്ക് കൃഷിക്കാവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയത് തന്റെ അടുത്ത് സ്ഥിരമായി ചികിത്സയ്ക്ക് വരുന്ന കർഷകരായ ആളുകളാണെന്നും പച്ചക്കറി കൃഷിയിൽ നിന്നും ലഭിക്കുന്ന വിളവ് തന്റെ വീട്ടിലെ ആവശ്യങ്ങൾക്കെടുത്തതിന്റെ ബാക്കി തൊട്ടടുത്ത ബന്ധുക്കൾക്കും അയൽവാസികൾക്കും നൽകാറാണ് പതിവെന്നും ഡോക്ടർ പറഞ്ഞു. 100% നാച്ചുറലായ വളത്തിലൂടെയാണ് നമ്മൾ ഇതിൽ ഉത്പാദിച്ചിരിക്കുന്നത്. കൃഷി ഓഫീസർ, നമ്മുടെ ഫ്രണ്ട്സ് കൃഷി ഓഫീസറുണ്ട്. കൃഷിയായിട്ട് ബന്ധപ്പെട്ട ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന അരീക്കോട് ആയതുകൊണ്ട് അവിടുത്തെ കാവന്നൂരുള്ള വേറെ പേഷ്യൻസ് നമ്മുടെ കൂടെ എൻ്റെ കൂടെ രോഗികൾ വന്നിട്ട് അവരാണ് ശരിക്കും എൻ്റെ ഉത്തേജകം. പ്രശ്നം ഇപ്പം ഞാൻ വീട്ടിലെ എൻ്റെ ബിൽഡിങ്ങിന് മുകളിലാണ് കൃഷി ചെയ്തതാണ്. അവർ ശരിക്കും ഉത്തേജകമാണ്. അവരാണ് പറഞ്ഞുതരാറ് ഇതിൻ്റെ കാര്യങ്ങൾ, വളത്തിൻ്റെ കാര്യം, ചെയ്യുന്ന കാര്യമൊക്കെ പറഞ്ഞുതരാറാണ്. ഭാര്യയാണ് വീട്ടിലെ കുട്ടനും ഭാര്യകളും ഏട്ടൻ്റെ 3 വീടുകൾ ചുറ്റുപാടാണ്. ഇവിടെ എടുക്കുന്ന വള എന്താ വെച്ചാൽ 3 വീട്ടിലേക്ക് കൊടുക്കാറുണ്ട്, അടുത്ത അയൽവാസിയും കൊടുക്കാറുണ്ട്.
കീടനാശിനികളും രാസവളങ്ങളും ഇല്ലാത്ത ഡോക്ടർ ഗോപിനാഥിന്റെ പച്ചക്കറിത്തോട്ടം മാതൃകാപരമാണെന്ന് JCI മുക്കം മൈത്രി പ്രസിഡന്റ് റിയാസ് അരീമ്ര പറഞ്ഞു. പൂന്തോട്ടത്തിലാണ് ഇപ്രാവശ്യം അദ്ദേഹം പച്ചക്കറി കൃഷി ചെയ്തിട്ടുള്ളത്. അതും നല്ലൊരു വിളവെടുപ്പിലൂടെയാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ പച്ചക്കറികൾ ഉപയോഗിച്ച് ആളുകൾ നിരന്തരം അസുഖബാധിതരാകുന്നത് മനസ്സിലാക്കിക്കൊണ്ട് തിരക്കിനിടയിൽ നിന്നും ഡോക്ടർ ഇതിന് സമയം കണ്ടെത്തിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു കൃഷി ചെയ്തിട്ടുള്ളത്. ഇത്തരം കാര്യങ്ങൾക്ക് സമയമില്ല എന്ന് പറഞ്ഞു നിൽക്കുന്ന സമയത്തും ഡോക്ടർ പ്രാക്ടീസിൻ്റെ ഇടയിലും തിരക്കിനിടയിലും ഇത്തരത്തിൽ കൃഷിയിലേക്ക് ഇറങ്ങിയത് എല്ലാവർക്കും ഒരു മാതൃകാപരമായ കാര്യമായിട്ടാണ് ഉള്ളത്. പച്ചക്കറിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം മുൻ MLA UC രാമൻ നിർവഹിച്ചു. ന്യൂസ് 18 കോഴിക്കോട്. നാവിൽ വെള്ളമൂറും രുചി വിഭവങ്ങളുമായി പട്ടാമ്പി ശ്രീ നീലകണ്ഠ സർക്കാർ സംസ്കൃത കോളേജിൽ ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. കോളേജിലെ എന്റർപ്രണർ ഡെവലപ്മെന്റ് ക്ലബിന്റെ നേതൃത്വത്തിലായിരുന്നു ഫെസ്റ്റ്. നാടൻ വിഭവങ്ങളുടെ വൈവിധ്യവും വ്യത്യസ്ത തരം പാനീയങ്ങളും ഫെസ്റ്റിൽ ഇടം പിടിച്ചു. കപ്പയും നല്ല മുളകിട്ട മീൻകറിയും കണ്ടാൽ വായിൽ കപ്പലോടിക്കാം. അല്ലെങ്കിൽ നാടൻ പലഹാരമായ ഉണ്ണിയപ്പമോ ഇലയടയോ രുചിക്കാം. അതും പോരെങ്കിൽ അറേബ്യൻ വിഭവങ്ങളാകാം. കൂടെ നല്ല തണുത്ത മധുരമേറിയ ശീതള പാനീയങ്ങളും സലാഡുകളും. ഇങ്ങനെ നാവിൽ രുചിയേറും വിഭവങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഫുഡ് ഫെസ്റ്റാണ് പട്ടാമ്പി ശ്രീ നീലകണ്ഠ സർക്കാർ സംസ്കൃത കോളേജിൽ നടന്നത്. കോളേജിലെ ED ക്ലബിന്റെ നേതൃത്വത്തിൽ നടന്ന ഫെസ്റ്റിൽ വ്യത്യസ്ത തരം സ്നാക്സുകളും ജ്യൂസുകളും ഒരുക്കിയിരുന്നു. എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലെയും വിദ്യാർത്ഥികൾ വിവിധ ഗ്രൂപ്പുകളായി തിരിഞ്ഞാണ് ഫെസ്റ്റ് നടത്തിയത്. വിഭവങ്ങളെല്ലാം വിദ്യാർത്ഥികൾ തന്നെയാണ് തയ്യാറാക്കിയത്. വിദ്യാർത്ഥികളുടെ കഴിവുകൾ കണ്ടെത്താനും പ്രോത്സാഹിപ്പിക്കാനും കൂടിയാണ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. മത്സരത്തോടൊപ്പം ഭക്ഷണത്തിന്റെ വിൽപ്പനയും ഉണ്ടായിരുന്നു. കുട്ടികളുടെ ഇടയിൽ ഓൺടർപ്രണർഷിപ്പ്, സംരംഭത്വ വികസനം വളർത്തിയെടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നടത്തുന്ന ഒരു പ്രോഗ്രാമും കൂടിയാണ് ഈ ഫുഡ് ഫെസ്റ്റ്. ഫുഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് വളരെയധികം വിപുലമായി നടത്തേണ്ടതും മാത്രമല്ല വളരെ പാവപ്പെട്ട കുട്ടികൾക്കും അതുപോലെ സഹായം കൂടി ആവുന്ന ഒരു പ്രോഗ്രാമും കൂടിയാണിത്. ED ക്ലബിനൊപ്പം കോളേജിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ നേതൃത്വത്തിൽ സ്റ്റാളുകളും സജ്ജമാക്കിയിരുന്നു. 11 സ്റ്റാളുകളിലായിരുന്നു വൈവിധ്യമാർന്ന ഭക്ഷണപാനീയ വിഭവങ്ങൾ ഒരുക്കിയത്. ന്യൂസ് 18 പട്ടാമ്പി. പൂർണ്ണമാ ന്യൂസുകളുമാണ് കേരളം. നമസ്കാരം.